യഹോവയായ ദൈവത്തിന്റെ സന്ധിയിൽ സന്തോഷിച്ച ദാവീദിനെ ആക്ഷേപിക്കാൻ നോക്കിയ മീക്കളിനുണ്ടായ ഗതിയോ അവളുടെ ഗർഭം അടയപ്പെട്ടു. അപ്പൊ നോക്കണമേ, ഗർഭം അടയപ്പെടുന്നത് പല നന്മകളും നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാതെ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, വഴിമാറി പോകുന്നതിന് പിന്നിൽ പലവിധ കാരണങ്ങളുണ്ട് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ സെക്കരിയാവ് എലിസബത്ത് ദമ്പതികൾക്ക് തലമുറകളില്ലായിരുന്നു. വചനം പറയുന്നു അവർ യഹോവയുടെ സന്നിധിയിൽ കുറ്റമറ്റവരുമായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർ വളരെ ചിട്ടയോടും ക്രമത്തോട് ജീവിക്കുന്നവരായിരുന്നു. പക്ഷെങ്കിൽ എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു തലമുറകളില്ലാത്തുള്ള വേദനകൾ വലുതാണ്. യഹൂദന് ഇങ്ങനെ ഒരു തലമുറകളില്ല എങ്കിൽ അവനെക്കുറിച്ച് സമൂഹം പറയുന്നത് പാപിയാണെന്നാണ്. അവ യഹോവയായ ദൈവത്തിനാൽ ശപിക്കപ്പെട്ടവനാണ്. യഹോവയായ ദൈവത്തിന്റെ പ്രസാദം അവനില്ല. യഹോവയായ ദൈവത്തിന്റെ തലമുറ, ദൈവത്തിന്റെ രൂപപ്രകാരമുള്ള ഒരു തലമുറകൾ ഉണ്ടാകുക, സന്താനപുഷ്ടിയുള്ളവരായി തീരുക എന്നുള്ള ദൈവത്തിന്റെ ആ വലിയ വാഗ്ദത്തം, ആ വാഗ്ദാനം ജീവിതത്തിൽ പ്രാപിക്കാൻ പോകാതെ ഒരു യഹൂദൻ പോയാൽ അവൻ ശപിക്കപ്പെട്ടവനായിട്ട് കാണുന്നു.